പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ രാജപുരം എന്ന് പറഞ്ഞ ഒരു പാടശേഖരത്തിൻ്റെ പമ്പ് ഹൗസിലാണ്. 2019 ഞങ്ങൾക്ക് ഒരു വൃശ്ചികത്തിൽ വന്ന ഒരു വേലിയേറ്റത്തിൽ ഞങ്ങളുടെ ഈ മോട്ടോർ തറ, ഇവിടെ ഒരു മോട്ടോർ തറ ഇരുന്ന സ്ഥലമാണ്. ഈ മോട്ടോർ തറയിൽ അപ്രതീക്ഷിതമായിട്ട് മടവീഴ്ചയുണ്ടായി. ഈ മട വീണതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ രണ്ടാമത് തൊട്ടപ്പുറം ഞങ്ങളൊരു പെട്ടിയും പറയും വെക്കാനായിട്ട് വീണ്ടും ഒരു പറക്കുഴി ഉണ്ടാക്കി രണ്ടാമത് വീണ്ടും ഒരു മടയും കൂടെ അവിടെ വീണു. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് കിട്ടിയ ഒരു പമ്പാണിത്, പമ്പ് ഹൗസ്. അതിനായിട്ട് ഉപഭോക്തൃ വിഹിതമായിട്ട് 1,80,000 രൂപ, 2 ലക്ഷം രൂപയോളം ഞങ്ങൾ കൊടുത്തു. അതുകൂടാതെ ബാർജും പിന്നെ അതിൻ്റെ ക്രെയിനും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് അന്ന് തന്നെ ഇത് വെക്കാനായിട്ടുള്ള വാടക വേറെ. അതിനുശേഷം 3 വർഷത്തേക്ക് കമ്പനിയുടെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അവർ വിളിക്കും, അവർ വരും. ക്രിട്ടിക്കലായിട്ടുള്ള പല സമയങ്ങളിലും നമുക്ക് നെൽകൃഷിയുടെ ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളിൽ ഒന്നുകിൽ ഇതിൻ്റെ വോൾട്ടേജ് പ്രശ്നം, ആദ്യം ഇതിൻ്റെ ഫോർമർ കപ്പാസിറ്റി പോരായിരുന്നു, 65-ൻ്റെ ഫോർമറായിരുന്നു. എന്നിട്ട് പാടശേഖരം എന്ത് ചെയ്യാന്നറിയാം, ഇത് ഞങ്ങൾ പോയി മിനിസ്റ്റർ ലെവലിലൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് 100-ൻ്റെ ഒരു ഫോർമർ റെഡിയായി തന്നു. അതിനുശേഷം ഇങ്ങനെ ഓരോ സമയത്തും വിത പിടിപ്പിക്കേണ്ട സമയത്തും കൊയ്യേണ്ട സമയത്തും എല്ലാം ഈ പമ്പ് എപ്പോഴും തകരാറാകുക. ഇന്നിപ്പം ഞങ്ങൾക്ക് വിതവെള്ളം പറ്റിക്കാനായിട്ട് പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് 13-ാം തീയതി കൊയ്ത്ത് ഫിക്സ് ചെയ്തിരിക്കുക. 2 ദിവസമായിട്ട് ഈ പമ്പ് കേടായി, ഒരു പ്രയോജനം. എന്നിട്ട് പാടശേഖരം സെപ്പറേറ്റ് ഞങ്ങളുടെ പൈസയ്ക്ക് വാങ്ങിച്ച് വെച്ച് 2 10-ൻ്റെ മോട്ടർ വെച്ച് ഓടിക്കുക. കമ്പനിക്കാർ ഇന്ന് രാവിലെ വന്നു, എല്ലാം കുറേ നേരം അവിടെ എല്ലാം നോക്കി അവർ പോയി. ഇനി ഇത് വെള്ളം പറ്റണം. ഇത് 2.5 ടൺ വെയിറ്റ് ആണ്. ഈ സാധനം എങ്ങോട്ടൊന്ന് മാറ്റുകയോ പൊക്കുകയോ ചെയ്യണമെങ്കിൽ ബാർജും ക്രെയിനും 40,000 രൂപ ചിലവ് വേണം. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ലെങ്ത് കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഓരോ വർഷവും ഈ ഒരു പമ്പ് ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ പാടശേഖരത്തിന് നഷ്ടം ലക്ഷങ്ങളാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പാടശേഖരം ഈ പമ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തെ ഓർത്ത് പറയുകയാണ്, മേലാൽ കാലത്തെങ്കിലും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കൃഷിക്കാർക്ക് ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഇത്രയും വെയിറ്റ് ഉള്ള മോട്ടോർ ഒരു പാടശേഖരത്തിന് കൊടുക്കരുത്, നിങ്ങൾ വാങ്ങല്. ഞങ്ങൾക്ക് വീണ്ടും പുതിയത് ഒരെണ്ണോടെ കൊണ്ട് അനുവദിച്ചിരിക്കുക. ആർക്കും വേണ്ടാഞ്ഞിട്ട് ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പമ്പും കൂടെ വീണ്ടും ഞങ്ങൾക്ക് ഈ രാജപുരത്തിന് കൊണ്ട് തന്നിരിക്കുക. ഈ തന്നതിനെ തന്നെ മര്യാദയ്ക്ക് താങ്ങിക്കൊണ്ട് പോകാനുള്ള ശേഷി ഇപ്പോൾ പാടശേഖരത്തിനില്ല. അതേ ഒരവസ്ഥയാണ്. ഇത്രയും പമ്പുകൾ വീണ്ടും കുട്ടനാട്ടിലോട്ട് അനുവദിപ്പിക്കുന്നത് എന്ത് നേട്ടത്തിന് വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പാടശേഖരത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട് പമ്പ് കുഴപ്പമില്ല, പക്ഷെ മോട്ടോർ മേളിലിരിക്കുന്ന സൈസ് പമ്പുകൾ പല പാടശേഖരങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല പെർഫോമൻസുമാണ്. ഇത് വെള്ളത്തിനടി വന്നത് ചവറ് പിടിക്കും, പല പ്രശ്നങ്ങൾ. ഞങ്ങളെ കൊണ്ടത് ഈ തറയിലാണെങ്കിൽ ഇരിക്കാനായിട്ട് ഡ്രൈവർമാർക്ക് പോലും ബുദ്ധിമുട്ടാണ്. പെട്ടിയും പറയായിരുന്നപ്പോഴത്തേക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇത് 3 ലൈനിൽ 385 വോൾട്ട് 3 ലൈനിൽ ഒരേ രീതി വന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു ലൈനിൽ ഈ 385 വോൾട്ട് താഴെ ആയി പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് ഇത് ഓടത്തില്ല. ഒരു മഴയോ എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമോ വന്നു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരു ലൈനിൽ കറണ്ടോ ഒരു പ്രശ്നമില്ല വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെയുള്ള ലോക്കൽ ടെക്നീഷ്യന്മാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ കമ്പനിക്കാർ തൃശ്ശൂരോ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അവർ വരുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. ഇപ്പം 13-ാം തീയതി കൊയ്ത്ത, ഒരൊറ്റ കണ്ടത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്നാ ചെയ്യും? ഇത് കണക്കുള്ള പമ്പുകൾ ഇനി കുട്ടനാട്ടിലെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാതിരിക്കുക. ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞു. ആദ്യമായിട്ട് കിട്ടിയതല്ലേ, മട വീണു, ഇനി പെട്ടിയും പറയാൻ വെക്കാൻ സൗകര്യമില്ല. അപ്പോൾ കിട്ടിയ പമ്പ് വലിയ പൊന്നായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇതുവരെ നഷ്ടങ്ങളല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല.